ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഇന്ന് നമ്മളെ മജ്ലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ കഴിച്ചിരുന്ന 8 മാംസങ്ങളെ കുറിച്ചാണ്. ഏതൊക്കെ ജീവികളുടെ മാംസങ്ങളാണവ എന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് വിശദമായി പഠിക്കാം. അള്ളാഹു പഠിക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ഇലാഹി അൻത മഖ്സൂദി വരിളാക മത്ലൂബി. ഇലാഹി അൻത മഖ്സൂദി വരിളാക മത്ലൂബി. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ്. എല്ലാ ഗുണങ്ങൾ നേടുവാൻ, കുറ്റങ്ങളെല്ലാം നീങ്ങുവാൻ, സ്വർഗത്തിലൊന്നായി ചേരുവാൻ നബി തങ്ങളാൽ തുണ റബ്ബന. കച്ചവടം കൃഷി മുഴുവനും ചെയ്യുന്ന ജോലിയിലൊക്കെയും നബി തങ്ങളെ ബറകത്തിനാൽ റഹ്മത്ത് തായ റബ്ബന. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ്. എല്ലാ ബലാലും ആഫത്തും എടങ്ങേറുകൾ മുസീബത്തും നബി തങ്ങളെ ബറകത്തിനാൽ എമൈ കാക്കണം യാ റബ്ബന. ദണ്ണം ബഭാവാ സൂരിയും മറ്റുള്ള ദീനമടങ്കലും നബി തങ്ങളെ ബറകത്തിനാൽ ശിഫയാക്കണം യാ റബ്ബന. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ്. ദാഹമൗത്തത് കൂട്ടിനും ഇബിലീസ് കൂസിനെ കാട്ടിനും നേരം ലഈനവനാട്ടുവാൻ നബി തങ്ങളാൽ തുണ റബ്ബന. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ്. ദാറുൽ മുബീൻ മജ്ലിസിൽ പങ്കെടുക്കുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, നിങ്ങളെ എല്ലാവരെയും ഞാൻ നമ്മളെ മജ്ലിസിലേക്ക് വീണ്ടും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ആദ്യമായി നമ്മളെ മജ്ലിസ് കാണുന്ന മുത്തു മുഅ്മിനീങ്ങൾ ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുതേ എന്ന് ഉണർത്തുകയാണ്. ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള വീഡിയോ എല്ലാവരും കാണണമെന്ന് കൂടെ ഉണർത്തുകയാണ്. എല്ലാ ദിവസവും ഉച്ചക്ക് 1 മണിക്ക് നമ്മളെ ചാനലിൽ നമ്മളെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. എല്ലാവരും മജ്ലിസിൽ പങ്കെടുക്കുക, പുണ്യം നേടുക എന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഒരുപാട് ആളുകൾ നമ്മളെ മജ്ലിസിൽ പല പ്രശ്നങ്ങളും പല പ്രയാസങ്ങളും സങ്കടങ്ങളും പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. മക്കളെ പ്രശ്നം പറയുന്നവരുണ്ട്, ഭർത്താവിൻ്റെ പ്രശ്നങ്ങൾ പറഞ്ഞ ആളുകൾ, ഭാര്യയുടെ പ്രശ്നം പറഞ്ഞ ആളുകൾ, അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പറഞ്ഞ ആളുകളുണ്ട്, അതുപോലെ തന്നെ കടമുള്ള ആളുകൾ, വീടില്ലാത്ത ആളുകൾ, ജോലിയില്ലാത്ത ആളുകൾ, സുബ്ഹാനല്ലാഹ് എത്രയോ പ്രശ്നങ്ങൾ പറഞ്ഞ് നമ്മളെ മജ്ലിസിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മളെ മജ്ലിസിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ എല്ലാവരുടെ പ്രശ്നങ്ങളും അല്ലാഹു പരിഹരിച്ചു കൊടുക്കുമാറാകട്ടെ. നമ്മളെ മജ്ലിസിന്റെ അവസാനം നമ്മളെ മജ്ലിസിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും, നമ്മളെ മജ്ലിസിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എല്ലാവർക്കും വേണ്ടിയും ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ മജ്ലിസിൽ പങ്കെടുക്കണമെന്ന് ഞാൻ ഉണർത്തുകയാണ്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഇന്ന് നമ്മളെ മജ്ലിസിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മൾ മുസ്ലിമീങ്ങളാണെങ്കിൽ മനസ്സിലാക്കി വെക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിതത്തിൽ കഴിച്ച 8 മാംസങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഓരോ വിഷയങ്ങളും പഠിക്കുക എന്നുള്ളത് നമ്മളെ മേൽ ബാധ്യതയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം എങ്ങനെയായിരുന്നു? റസൂലുള്ളാഹിന്റെ സ്വഭാവം എങ്ങനെയായിരുന്നു?
റസൂലുള്ളാന്റെ ഡ്രസ്സിങ് എങ്ങനെയായിരുന്നു, റസൂലുള്ളാന്റെ ഭക്ഷണ രീതി എങ്ങനെയായിരുന്നു, ഇങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അഥവാ റസൂലുള്ളാഹിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളത് മുഅ്മിനീങ്ങൾക്ക് വലിയ ആവേശമാണ്, വലിയ ആനന്ദമാണ്. കാരണം മുഅ്മിനീങ്ങൾക്ക്, മുസ്ലിമീങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവര് അത് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവുൽദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളെ മക്കളെക്കാൾ, നിങ്ങളെ കുടുംബത്തിനേക്കാൾ, നിങ്ങളെ സമ്പത്തിനേക്കാൾ മുത്തുനബിയെ നിങ്ങൾ പ്രിയം വെക്കുന്നത് വരെ മുഅ്മിനാവുകയില്ല. ഇതാണ് നബി തങ്ങൾ തന്നെ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ റസൂലുള്ളാഹിനെ കുറിച്ച് പഠിക്കുക. റസൂലുള്ളാഹിന്റെ ഭക്ഷണം എങ്ങനെയായിരുന്നു, റസൂലുള്ളാഹിന്റെ ജീവിത ശൈലി എങ്ങനെയായിരുന്നു, ഇതൊക്കെ നമ്മൾ പഠിച്ച് നമ്മളെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടതുണ്ട്. എൻ്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ റസൂൽ കഴിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന, അതല്ലെങ്കിൽ റസൂൽ കഴിച്ച ഒന്നാമത്തെ മാംസം എന്ന് പറയുന്നത് ആടിന്റെ മാംസമാണ്. ആടിന്റെ മാംസം ഇഷ്ടപ്പെടാത്തവർ ആരും ഉണ്ടാവുകയില്ല. അള്ളാഹുവിന്റെ റസൂലും ഇഷ്ടപ്പെട്ടിരുന്നു. അള്ളാഹുവിന്റെ റസൂൽ ആടിന്റെ മാംസം കഴിച്ചിരുന്നു എന്ന് ചരിത്ര താളുകൾ പരിശോധിച്ചു നോക്കിയാൽ നമ്മൾക്ക് മനസ്സിലാകുന്നതാണ്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, കുന്നാ മഅൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ ഞങ്ങൾ ഒരിക്കലും ഫീദാവത്തിന് ഒരു സൽക്കാരത്തിന് പോയി. സൽക്കാരം എന്ന് മാത്രമൊന്നുമല്ല, അന്നുണ്ട് സൽക്കാരം. അങ്ങനെ അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ സൽക്കാരത്തിന് ഞങ്ങൾ പോയപ്പോൾ ആടിന്റെ കയ്യിന്റെ ഭാഗം വേവിച്ചിട്ട് അള്ളാഹു റസൂലിന്റെ മുമ്പിലേക്കാണ് നീട്ടിക്കൊടുത്തു. റസൂലുള്ളാഹിക്ക് ആടിന്റെ മാംസത്തിൽ കയ്യിന്റെ ഭാഗം വളരെ ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ സൽക്കാരത്തിന് പോയപ്പോ ആ വീട്ടിലെ ആള് ആടിന്റെ കൈഭാഗമാണ് അള്ളാഹുവിന്റെ റസൂലിന് കൊടുത്തത്. വകാന തുഅജിബുഹു, നബി തങ്ങൾക്ക് ആടിന്റെ കയ്യിന്റെ ഭാഗം വല്ലാത്ത ഇഷ്ടമായിരുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, അപ്പൊ ഒന്നാമത്തെ മാംസം ആടിന്റെ മാംസമാണ്. അത് നമ്മൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കഴിക്കുക. എന്ത് നമ്മൾ മനസ്സിൽ കരുതേണ്ടത്, എന്റെ ഹബീബ് കഴിച്ച ഭക്ഷണമാണല്ലോ റബ്ബേ എന്ന് വിചാരിച്ചിട്ട് കഴിക്കുക. അതിന് കൂലി കിട്ടല്ലേ? അള്ളാഹുവിന്റെ റസൂലിനോടുള്ള പ്രണയം അതാണ് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ റസൂല് കഴിച്ച രണ്ടാമത്തെ മാംസം എന്ന് പറയുന്നത് ഒട്ടകത്തിന്റെ മാംസമാണ്. ചില ആളുകൾക്ക് ഒട്ടകത്തിന്റെ മാംസം ഇഷ്ടം ഉണ്ടാവില്ല, പക്ഷെ ഒട്ടകത്തിന്റെ മാംസം വളരെ ഔഷധങ്ങൾ നിറഞ്ഞതാണ്. ഒട്ടകത്തിന്റെ മാംസം അള്ളാഹുവിന്റെ റസൂൽ കഴിച്ചിരുന്നു. ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ കാണാം, അക്കലൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂൽ കഴിച്ചിരുന്നു ലഹ്മൽ ഇബിലി, ഒട്ടകത്തിന്റെ മാംസം, മത്ബൂഖ, വേവിച്ചുകൊണ്ട്, പച്ചക്കല്ല വേവിച്ചിട്ട് കഴിക്കുക. അത് വളരെ ഔഷധമുള്ളതാണ്. ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒരു ചെറിയ കഷ്ണമെങ്കിലും കഴിക്കാൻ നമ്മൾ ശ്രമിച്ചു നോക്കുക. എൻ്റെ ഹബീബ് കഴിച്ചതാണല്ലോ എന്നുള്ള നിയ്യത്ത്. എന്നാൽ നമുക്ക് കൂലിട്ടാണ്, റസൂലുള്ളാഹിനോടുള്ള സ്നേഹമാണ്. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ റസൂൽ കഴിച്ച മൂന്നാമത്തെ മാംസം എന്ന് പറയുന്നത് മുയലിന്റെ മാംസമാണ്. മുയലിന്റെ മാംസം. അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞങ്ങൾ ഒരു ദിവസം മുയലിനെ പിടിച്ചു. അനസ് റളിയല്ലാഹു അൻഹു പറയാ, ഞങ്ങൾ ഒരിക്കൽ മുയലിനെ പിടിച്ചു പാചകം ചെയ്തു. വബഅസ ബിയാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖബിലഹു വഅകല മിൻഹു. ഞങ്ങൾ മുയലിനെ പിടിച്ച് പാചകം ചെയ്തിട്ട് അള്ളാഹുവിന്റെ റസൂലിന് കൊടുത്തയച്ചപ്പോൾ ഫഖബിലഹു, റസൂലുള്ളാഹി അത് സ്വീകരിച്ചു. വഅകല മിൻഹു, അള്ളാഹുവിന്റെ റസൂൽ അത് കഴിച്ചു എന്ന് മഹാനരായ അനസ് റളിയല്ലാഹു അൻഹു ആണ് പറയുന്നത്. അതുകൊണ്ട് ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും മുയലിന്റെ ഭക്ഷണം കഴിക്കാൻ നമ്മൾ ശ്രമിക്കുക. അത് കഴിച്ച ചില ആളുകൾക്ക് ഛർദിയിലൊക്കെ ഉണ്ടാവും. അങ്ങനത്തെ ആളുകൾ കഴിക്കണ്ട. കഴിക്കാൻ പറ്റുന്ന ആളുകൾ ഒരു പ്രാവശ്യമെങ്കിലും മുയലിനെ വാങ്ങി കഴിക്കുക. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. മുയലിന്റെ മാംസം ഔഷധങ്ങൾ നിറഞ്ഞതാണ്. ഔഷധങ്ങൾ നിറയാത്ത ഒരു ഭക്ഷണവും അള്ളാഹുവിന്റെ റസൂൽ കഴിക്കൂല. ശരീരത്തിന് ഹാനികരമായ ഒരു മാംസവും അള്ളാഹുവിന്റെ റസൂൽ കഴിക്കൂല. കാരണം അള്ളാഹുവിന്റെ റസൂല് ആഫിയത്തിനെ കുറിച്ചും ആരോഗ്യത്തിനെ കുറിച്ചും കൂടുതലായി ലോകത്തോട് പഠിപ്പിച്ചതാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ റസൂൽ കഴിച്ച നാലാമത്തെ ഭക്ഷണം ഹുബാറ പക്ഷിയുടെ മാംസമാണ്. ഹുബാറ എന്ന് പറയുന്ന ഒരു പക്ഷിയുണ്ട്, അതിന്റെ മാംസം അള്ളാഹുവിന്റെ റസൂൽ കഴിച്ചിട്ടുണ്ട്. ഈ ഹുബാറ എന്ന് പറയുന്ന പക്ഷി ഏതാണ്? തായിറുൻ ത്വബീലുഹുൽ ഉനുഖ്, അതൊരു പക്ഷിയാണ്. പിരടി നീണ്ടിട്ടുണ്ടാവുക, പിരടി നീണ്ടതാണ്. അതുപോലെ തന്നെ റമാദിയുൽ ലൗനി, ചാര നിറത്തിലുള്ളതാണ്. താറാവിനെ പോലെയുള്ള ഒരു പക്ഷിയാണ് ഹുബാറ പക്ഷി എന്ന് പറയുന്നത്. അത് അള്ളാഹുവിന്റെ റസൂൽ കഴിച്ചിട്ടുണ്ട്. സഫീന റളിയല്ലാഹു തആല അൻഹയെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അക്കൽ
അക്കൽതു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഹ്മ ഹുബാറ. സഫീന റളിയല്ലാഹു അൻഹ പറയാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ഞാൻ ഹുബാറ പക്ഷിയുടെ മാംസം കഴിച്ചിട്ടുണ്ട്. അതും ഔഷധ ഗുണങ്ങൾ നിറഞ്ഞതാണ്. ജീവിതത്തിൽ കഴിക്കാൻ പറ്റുമെങ്കിൽ അതും ഒരു പ്രാവശ്യം കഴിക്കുക. അതുപോലെ തന്നെ അഞ്ചാമത്തെ ഭക്ഷണം, അതെല്ലാവരും നമ്മളെല്ലാവരും കഴിക്കുന്നതാണ്, ഇഷ്ടപ്പെടുന്നതാണ്. അക്കലൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്സമക്ക. അല്ലാഹുവിന്റെ റസൂൽ മത്സ്യം കഴിച്ചിട്ടുണ്ട്. മത്സ്യം മാംസാണല്ലോ. മത്സ്യം അല്ലാഹുവിന്റെ റസൂലിന് ഇഷ്ടമായിരുന്നു എന്ന് പറയുന്നുണ്ട്. സഹാബിമാര് പറയുന്നുണ്ട്, മീൻ കഴിച്ചു വന്ന സഹാബിമാരോട് ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഹുവ റിസ്ഖുൻ അഖ്റജല്ലാഹു ലക്കും. അതൊരു ഭക്ഷണമാണ്, അത് വല്ലാത്ത ബറക്കത്തുള്ള ഭക്ഷണമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് തന്ന ഒരു മാംസമാണ്, ഭക്ഷണമാണ്. ഫഹൽ മഅകും മിൻ ലഹ്മിഹി ഷൈഉൻ. അല്ലാഹു റസൂൽ ചോദിക്കാണ്, അതിന്റെ ബാക്കി, നിങ്ങൾ കഴിച്ചതിന്റെ ബാക്കി നിങ്ങൾ ആരുടെയെങ്കിലും കയ്യിലുണ്ടോ എന്ന്. മീൻ കഴിച്ചു വന്ന സഹാബിമാർ അല്ലാഹു റസൂലിനോട് പറഞ്ഞു, ഞങ്ങൾ മീൻ കഴിച്ചിട്ടുണ്ട് നബിയേ എന്ന്. അല്ലാഹു റസൂൽ ചോദിക്കാണ്, ആ മീൻ കഴിച്ചതിന്റെ ബാക്കി നിങ്ങളെ കയ്യിലുണ്ടോ എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചപ്പോൾ ഫർസൽനാ ഇലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിന്നു ഫഅകലഹു. ബാക്കിയുള്ളത് അല്ലാഹുവിന്റെ റസൂലിന് കൊടുത്തു. ഫഅകലഹു, അല്ലാഹുവിന്റെ റസൂൽ അത് കഴിച്ചു. അപ്പൊ മീൻ എന്ന് പറയുന്നത് ഔഷധ ഗുണങ്ങൾ നിറഞ്ഞതാണ്. ചില ആളുകൾ മീൻ ഇങ്ങനെ ഫ്രിഡ്ജിൽ വെച്ച് പിന്നെയും വെച്ച് അങ്ങനെയല്ല. നമ്മൾ അതിനൊരു പരിധിയൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ നല്ല നിലക്ക് കഴിക്കുകയാണെങ്കിൽ, ഓവറാകാതെ കഴിക്കുകയാണെങ്കിൽ അത് ശരീരത്തിന് നല്ലതാണ്. അതുപോലെ തന്നെ ആറാമത് അള്ളാഹുവിന്റെ റസൂൽ കഴിച്ച മാംസമാണ് കാട്ടിലുള്ള കഴുത. കാട്ടുകഴുത, നമ്മളെ നാട്ടിലുള്ള കഴുതയല്ല, കാട്ടുകഴുത. കാട്ടുകഴുതയെ കഴിക്കുന്നത് കൊണ്ട് വിരോധമല്ല. നമ്മളെ നാട്ടിലുള്ള കഴുതയെ ഒരിക്കലും കഴിക്കാൻ പാടില്ല. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, ഫുഖഹാക്കളൊക്കെയും പറഞ്ഞിട്ടുണ്ട്, നാട്ടിലുള്ള കഴുതയെ കഴിക്കാൻ പാടില്ല. കാട്ടുകഴുതയെ കഴിക്കൽ അനുവദനീയമാണ്. മഹാനായ ഖതാദ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുകയാണ്, അന്നഹു സാദ ഹിമാറൻ വഹ്ശിയ. ഖതാദ റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഒരു കാട്ടുകഴുതയെ വേട്ടയാടി പിടിച്ചു. എന്നിട്ട് അതിനെ പാചകം ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കൊടുത്തു. ശരിക്കും മനസ്സിലാക്കണം, ഉസ്താദ് എന്തെങ്കിലും പറഞ്ഞു എന്ന് പറയരുത്. പിന്നെ ഖതാദ റളിയല്ലാഹു അൻഹു പറയുന്നതാണ്, മഹാനവറുകൾ ഒരിക്കല് ഒരു കാട്ടുകഴുതയെ വേട്ടയാടി പിടിച്ചു. അതിനെ പാചകം ചെയ്തു. അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅകല മിൻഹു, അത് കഴിച്ചു. കാട്ടുകഴുതയെ കഴിക്കാൻ പാടില്ല എന്നല്ലാഹു റസൂൽ പറഞ്ഞില്ല. ഇത് കഴിച്ചതിന് ശേഷം അള്ളാഹുവിന്റെ റസൂൽ ഖാല ലിഅസ്ഹാബിഹി, സഹാബിമാരോട് പറഞ്ഞു, ഹുവ ഹലാലുൻ, കാട്ടുകഴുതയെ കഴിക്കൽ ഹലാലാണ് സഹാബ. അപ്പൊ കാട്ടുകഴുതയെ കഴിക്കൽ ഹലാലാണ്. ഫഅകലൂ ഫകുലൂഹു, നിങ്ങളും കാട്ടുകഴുതയെ കഴിക്കുക എന്ന് മഹാനായ നബി തങ്ങൾ സഹാബിമാരോട് പറഞ്ഞു എന്ന് ഹദീസിൽ കാണാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല നല്ല ഭക്ഷണങ്ങൾ കഴിക്കാൻ നമ്മൾക്കൊക്കെ ജീവിതത്തിൽ ബർക്കത്ത് നൽകട്ടെ, ഭാഗ്യം നൽകട്ടെ. അതുപോലെ ഏഴാമത് അല്ലാഹുവിന്റെ റസൂൽ കഴിച്ച ഭക്ഷണമാണ് അൽ ഖദീദ്, ഉണക്കമാംസം. ഉണക്കമാംസം വളരെ പ്രധാനപ്പെട്ടതാണ്. അല്ലാഹുവിന്റെ റസൂൽ കഴിച്ചിട്ടുണ്ട്. മഹദിയായ ആയിഷ ബീവി പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഉണക്ക ഇറച്ചി കൊടുക്കാറുണ്ടായിരുന്നു. ആയിഷ ബീവി വീട്ടിലേക്ക് വരുമ്പോൾ റസൂലുള്ളാഹിക്ക് ഇറച്ചി ഉണക്കിയത് കൊടുക്കാറുണ്ടായിരുന്നു എന്ന് സയ്യിദത്തുന ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്. അപ്പൊ ഉണക്ക ഇറച്ചി അള്ളാഹുവിന്റെ റസൂൽ കഴിച്ചിട്ടുണ്ട്. അതുപോലെ എട്ടാമത് അള്ളാഹുവിന്റെ റസൂൽ കഴിച്ച മാംസമാണ് കോഴി മാംസം. കോഴിയുടെ ഇറച്ചി അള്ളാഹുവിന്റെ റസൂൽ കഴിച്ചിട്ടുണ്ട്. റഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, സഹാബി പറയാണ്, അള്ളാഹുവിന്റെ റസൂല് കോഴി ഇറച്ചി കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒക്കെ സഹാബിമാര് രേഖപ്പെടുത്തി വെക്കാണ്. റസൂലുള്ളാഹിന്റെ വാക്കുകളും പ്രവർത്തനങ്ങളും ഒക്കെ നമ്മൾക്ക് മാതൃകയാണ് നമ്മുടെ ജീവിതത്തിൽ. സഹാബിമാരല്ലേ ഇതൊക്കെ പറഞ്ഞത്? ഇതൊക്കെ ഹദീസിന്റെ ഉദ്ധരണികളാണ്, കിതാബിൽ നിന്ന് രേഖപ്പെടുത്തിയതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. നമ്മളെ മജ്ലിസിൽ ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹുവേ, ഞങ്ങളെ മജ്ലിസിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും നീ പരിഹരിക്കണേ അല്ലാ. ഈമാൻ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. സാമ്പത്തികമായ അഭിവൃദ്ധി നൽകണേ റഹ്മാനെ. രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാ. വീടില്ലാത്തവർക്ക് വീട് നൽകണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ജോലിയില്ലാത്തവർക്ക് നല്ല ജോലി നൽകണേ അല്ലാ. ദാമ്പത്യ ജീവിതത്തിൽ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാ. മക്കളെ ദുസ്വഭാവം നന്നാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെ വീട്ടിലൊക്കെ സമാധാനം നൽകണേ അല്ലാ. ഐക്യം നൽകണേ അല്ലാ. മരണപ്പെട്ടുപോയ ഖബർ വിശാലമാക്കണേ അല്ലാ. സ്വർഗ്ഗം നൽകണേ അല്ലാ. ഞങ്ങളെ അയൽവാസികളെ കുടുംബത്തിൽ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാ. മാതാപിതാക്കളെ സംരക്ഷിക്കണേ അല്ലാ. ഭാര്യ മക്കൾക്ക് ബറക്കത്തും സന്തോഷവും ആഫിയത്തും നൽകണേ റഹ്മാനെ. സാമ്പത്തികമായ അഭിവൃദ്ധി നൽകണേ അല്ലാ. ഭക്ഷണത്തിൽ വിശാല നൽകണേ അല്ലാ. ദാരിദ്ര്യത്തിനെ തൊട്ട് കാക്കണേ അല്ലാ. നിന്റെ റഹ്മത്ത് നൽകണേ അല്ലാ. നിന്റെ കാരുണ്യം നൽകണേ അല്ലാ. നിന്റെ സഹായം നൽകണേ
കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെ മജ്ലിസിൽ ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അവരെ എന്ത് ഉദ്ദേശമുണ്ടെങ്കിലും നിനക്കറിയാം. അതെല്ലാം നീ പൂർത്തീകരിച്ചു കൊടുക്കണേ റഹ്മാനെ. ശാന്തിയും സമാധാനവും നൽകണേ അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ, ഖൈർ നൽകണേ അല്ലാ. ഞങ്ങളെ മജ്ലിസിൽ പങ്കെടുത്തവരുടെ എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി കൊടുക്കണേ അല്ലാ. മുഅ്മിനീങ്ങളെ ഇസ്സത്ത് സംരക്ഷിക്കണേ റഹ്മാനേ. ഞങ്ങൾക്ക് എല്ലാവർക്കും സ്വർഗം നൽകണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും വിജയം നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. وآخر دعوانا أن الحمد لله رب العالمين ببركة صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله وبركاته.